ഒബ്ജക്റ്റ് തൊടുമ്പോൾ കൈ പെട്ടെന്ന് എടുത്ത് മാറ്റുന്നത്? എന്താ സംഭവിക്കുന്നത്? ആരാണ് നമ്മളോട് കൈ വിരലെടുത്ത് മാറ്റാൻ പറയുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് എന്ത്? ബിഹൈൻഡ് സെൻസേഷൻ, ബയോളജി ലെസൺ 3 ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ട ആ ഷോർട്ട് വീഡിയോന്റെ അകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, കൈ ചൂടാവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കൈ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ വേദന ശരിക്കും ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആരാണ് നമ്മളോട് കൈ എടുത്ത് മാറ്റാൻ പറയുന്നത്? അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കും. ഓക്കെ, അപ്പം ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ 2 ടേംസ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തതാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. എന്താണ് ഈ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഹോട്ട് ഒബ്ജക്റ്റ് തൊട്ടത് കൊണ്ടല്ലേ ചൂടായപ്പോൾ നമ്മൾ വിരലെടുത്ത് മാറ്റിയത്. അപ്പം നമ്മളുടെ ചുറ്റുപാടിൽ, അതായത് നമ്മളുടെ സ്കിന്നിന്റെ ചുറ്റുമുള്ള ആ ഒരു സ്പേസിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചു. ആ മാറ്റം ആരും തിരിച്ചറിഞ്ഞു. എന്നിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കൈയെടുത്ത് മാറ്റി. അങ്ങനെ നമ്മൾ ചുറ്റുപാടുണ്ടാവുന്ന മാറ്റം, ആ മാറ്റം കൊണ്ട് നമ്മളവിടെ കൈ വിരലെടുത്ത് മാറ്റുന്നു. അതാണ് നമ്മൾ റെസ്പോൺസ് പറയുന്നത്. ഓക്കെ, നമ്മൾ ചുറ്റുപാട് വരുന്ന സർക്കംസ്റ്റാൻസ് അനുസരിച്ചിട്ട് നമ്മൾ പ്രതികരിക്കുന്നു. അതാണ് റെസ്പോൺസ്. അപ്പം ആ പ്രതികരിക്കാൻ കാരണമാവുന്ന എന്തോ ഒരു സംഭവം, ആ സംഭവത്തെ നമ്മൾ എന്തോ പറയും? സ്റ്റിമുലസ് എന്ന് പറയും. നമ്മൾ ആ സംഭവത്തിനെ നേരിടുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ പ്രതികരിക്കുന്നതാണ് എന്ത്? റെസ്പോൺസ്. അപ്പൊ ഈ റെസ്പോൺസ്, സ്റ്റിമുലസും ഇതാണ് നമ്മളുടെ നിത്യജീവിതത്തിൽ കാണുന്ന സംഭവങ്ങൾ. ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ തൊടുന്ന ആ ഹോട്ട് ഒബ്ജക്റ്റ് തൊടുന്നതാണ് എന്ത്? അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഹീറ്റ് വെച്ച് നമ്മുടെ കൈ പൊള്ളും. അപ്പൊ നമ്മളുടെ ബോഡിയിൽ ആരോ പറയും, നമ്മളടുത്ത് അറിയാതെ തന്നെ നമ്മളത് വിരലെടുത്ത് മാറ്റുന്നുണ്ട്. ആ വിരലെടുത്ത് മാറ്റിയാൽ എന്താ പറയുന്നത്? നമ്മൾ റെസ്പോൺസ് പറയും. ഓക്കെ, റെസ്പോൺസ്. അപ്പം 2 ടൈപ്പ് സ്റ്റിമുലൈ ഉണ്ട്. എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ട്, ഇന്റേണൽ സ്റ്റിമുലൈ ഉണ്ട്. എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഇപ്പൊ നമ്മൾ കണ്ട എക്സ്റ്റേണൽ സ്റ്റിമുലൈ നമ്മുടെ ബോഡിന്റെ പുറത്താണ്. അതേപോലെ ഇന്റേണൽ സ്റ്റിമുലൈ ഉണ്ടാവും. ഇപ്പൊ വിശക്കുമ്പോൾ നമുക്ക് ആ ബോഡി നമ്മൾക്ക് പറഞ്ഞത് വിശക്കുന്നുണ്ട്, ആ സമയം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ? അത് ഇന്റേണൽ സ്റ്റിമുലൈ ആണ്. ഛർദ്ദിക്കാൻ വരുമ്പം അതേപോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ടും ചെയ്യും. അതൊക്കെ ഇന്റേണൽ സ്റ്റിമുലൈ ആണ്. ഓക്കെ, ഇനി ഇതിന് കാരണം ആരാണ്? എങ്ങനെയാണ് നമ്മളിത് തിരിച്ചറിയുന്നത്, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്? അപ്പം അതിന് കാരണക്കാരായിട്ടുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ആണ്. ആ സ്പെഷ്യൽ സെൽസിനെ നമ്മൾ സെൻസറി റിസെപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഈ തിരിച്ചറിയാൻ നമുക്ക് സഹായിക്കുന്നത് ബോഡിയുടെ അകത്തുള്ള സെൻസറി റിസെപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ സെൻസറി റിസെപ്റ്റേഴ്സ് ആണ് ആദ്യം ഈ മാറ്റം തിരിച്ചറിയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന്റെ പോയിന്റ്സിനൊക്കെ ഉണ്ടാവും. ഇവർ ആദ്യം ഇതിനെ തിരിച്ചറിയും. എന്നിട്ട് ഇവര് ബാക്കി വേറൊരു ഗ്രൂപ്പ് ഓഫ് സെൽസിന് കൈമാറും. അവർ പ്രധാനപ്പെട്ട നമ്മളുടെ ബോഡിയിലത്തെ കൺട്രോളിങ് സെന്റേഴ്സ് ആയിട്ടുള്ള സ്പൈനൽ കോഡിനും ബ്രെയിനിലേക്കും ഇതെത്തിക്കും. എന്നിട്ട് ആ ബ്രെയിനോ സ്പൈനൽ കോഡോ ആരാണോ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരൊരു സിഗ്നൽ നമ്മളുടെ മസിൽ സെൽസിലേക്ക് പോകും. മസിൽ സെല്ലാണ് അപ്പം കൈവിരലെടുത്ത് മാറ്റുന്നത്. ഓക്കെ, അങ്ങനെ ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് ഇത് പോകുന്നത്. നോക്കാം. ഇനി ഇപ്പം ചൂട് ഒബ്ജക്റ്റ് തൊട്ടു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലാണ് നമ്മളുടെ ആ ഓരോ റിസെപ്റ്റേഴ്സിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അത് എക്സ്റ്റേണൽ ആണ്, ഇന്റേണൽ സ്റ്റിമുലൈ ആണ്, ഏതാണെങ്കിലും അവിടെ ഒരു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പൾസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഇമ്പൾസ് നമ്മൾ ആദ്യം പറയുന്നത് റിസെപ്റ്റർ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ചാർജ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, ചാർജ്, പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. നോർമലി പോസിറ്റീവ് ചാർജ് ആണ് നമ്മളുടെ ഈ റിസെപ്റ്റർ സെൽസ്, അതായത് ന്യൂറോൺ ആണ് നമ്മൾ പറയുന്നത്. ആ ന്യൂറോണിന്റെ പുറം ഭാഗത്ത് കാണുന്നത്. ന്യൂറോണിന്റെ അകത്ത ഭാഗത്ത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാകും. ഇപ്പൊ അവിടെ നമ്മൾ എന്തൊരു ചൂടുള്ള ഒബ്ജക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ പുറം ഭാഗത്ത് എന്തായി? പോസിറ്റീവ് ചാർജുമായി അവിടെ നെഗറ്റീവ് ചാർജ് വന്നു. പോസിറ്റീവ് ചാർജ് നേരെ എവിടേക്ക് കയറി? ആ ആക്സോണിന്റെ അകത്ത് മാറി, അല്ലെ? ആക്സോണിന്റെ അകത്തേക്ക് പോയി. അപ്പൊ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ചാർജ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആണ്, അപ്പൊ ഈ ചാർജ് ഇങ്ങോട്ടേക്ക് പോകുന്നു. പിന്നെ ഇവിടെ പോസിറ്റീവ് ആവുമ്പോൾ അവിടെ നെഗറ്റീവ് ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് എന്ത് ചെയ്യുന്നത്? ഒരു പാർട്ടിന് മറ്റേ ഭാഗത്തേക്ക് പോയി 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 അവസാനം ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ എത്തുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, ബ്രെയിനോ സ്പൈനൽ കോഡാണ് നമുക്ക് ഈ റെസ്പോണ്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അങ്ങനെ ആ മെസ്സേജ് ക്യാരി ചെയ്ത് എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തും. അവിടെ നിന്ന് തിരിച്ചൊരു മെസ്സേജ് എവിടേക്കും പോവും?
നമ്മളുടെ മസിൽ സെൽസിലേക്ക് എത്തിക്കും. മസിൽ സെൽസ് അതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളുടെ കൈ ലെവലിൽ എടുത്ത് മാറ്റും. ക്ലിയർ ആയാലും എന്താ സംഭവം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ കൈ വിരൽ എടുത്ത് മാറ്റുന്നതാണ് എന്തിവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതാണ് അവിടെ റിസൾട്ട്. അതായത് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന ഇതേപോലെ ചാർജിന്റെ വ്യത്യാസമാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ചാർജ് അങ്ങോട്ട് ബ്രെയിനിലേക്ക് എത്തും. ബ്രെയിനിൽ എത്തിക്കുമ്പം അത്രയും എന്താ പറയുക അർജന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവിടുന്ന് വീണ്ടും ഒരു മെസ്സേജ് ചാർജ് പോലത്തെ ഇതേപോലെ തന്നെ ഒരു ചാർജ് എവിടേക്ക് എത്തും, മസിൽ സെല്ലിലേക്ക് എത്തും. അതിനാണ് നമ്മൾ എന്താ പറയുക ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ ഇതൊക്കെ പോകുന്ന എങ്ങനെയാണ്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ്. അപ്പം അപ്രോപ്രിയേറ്റുള്ള ആ സ്ഥലങ്ങളും ബ്രെയിനിൽ ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ ബ്രെയിൻ നമ്മളെ കൊണ്ട് റെസ്പോണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അതിന് കൂടുതൽ മസിൽസും ഗ്ലാൻഡ്സും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഇതാണ് ശരിക്കും നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ആ ആക്സോണിന്റെ ആ ബോഡി കൂടെ നേരെ കണ്ടോ, നെർവ് ഇമ്പൾസ് എവിടേക്ക് എത്തി, അടുത്ത ന്യൂറോണിന്റെ ആ നെർവ് ടിപ്പിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇതൊക്കെ നെറ്റ്വർക്കാണ്. കുറേ ന്യൂറോൺസ് ഉണ്ടാവും. അപ്പോൾ ഒരു ന്യൂറോൺ അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്ത് എവിടെ എത്തും, അവസാനം എവിടെയാണോ സ്പൈനൽ കോഡിലാണോ ബ്രെയിനിലേക്കാണ് എത്തേണ്ടത്. അതനുസരിച്ച് ഇങ്ങനെ ആ നെർവ് ഇമ്പൾസ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയാലും നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി സെൻസറി റിസപ്റ്റേഴ്സ് ആൻഡ് സെൻസസ് എന്താണുള്ളത്. അപ്പം സെൻസ്, കാഴ്ച ഒരു സെൻസാണ്, ടേസ്റ്റ്, കേൾവി, ചൂട്, ഇതൊക്കെ സെൻസസ് ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഈ സെൻസിനൊക്കെ തിരിച്ചറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ ബോഡിന്റെ അകത്തുള്ള ഓർഗൻസ് ആണ് എന്ത്, സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻസറി സെൻസസിനെ റിസപ്റ്റേഴ്സ് ആണ് തിരിച്ചറിയാതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതനുസരിച്ചിട്ട് രണ്ട് ഗ്രൂപ്പ് ഓഫ് സെൻസസ് ആണുള്ളത്, ജനറൽ സെൻസസ് ആൻഡ് സ്പെഷ്യൽ സെൻസസ് എന്ന് പറയും. സ്കിന്നിന്റെ അകത്തുള്ള, മസിൽസിന്റെ അകത്തുള്ള, നമ്മളുടെ ജോയിന്റ്സിനകത്തുള്ള ഇന്റേണൽ ഓർഗൻസ്, ബ്ലഡ് വെസൽസ്, ഇതൊക്കെ നമുക്ക് സാധാരണ ജനറൽ ആയിട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന റിസപ്റ്റേഴ്സ് ആണ്. ടച്ച്, പെയിൻ, ഹീറ്റ്, പ്രഷർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ചില ഓർഗൻസിന് അതിന്റെ പ്രത്യേക സെൻസസ് ഉണ്ടാവും. വിഷൻ, കണ്ണായിട്ട് ബന്ധപ്പെട്ട് വിഷൻ എന്ന് പറയുന്ന സെൻസാണ്. ചെവിയായിട്ട് ബന്ധപ്പെട്ട ഹിയറിംഗ് ആണ്. നമ്മളുടെ നാവ് ടേസ്റ്റ് ആണ്. മൂക്ക് സ്മെല്ലാണ്. ഇതൊന്നും വേറെ ആർക്കും തിരിച്ചറിയാൻ പറ്റൂല അല്ലേ. ഇപ്പൊ കയ്യിലുള്ള ഒരു പെയിൻ ആണെങ്കിൽ കാലിലുള്ള അതേ റിസപ്റ്റർ പെയിൻ തിരിച്ചറിയാൻ പറ്റും. വേറെ ബോഡിയിൽ എവിടെയാണ് പെയിൻ ആണെങ്കിൽ ആ റിസപ്റ്റർ തിരിച്ചറിയും. പക്ഷെ അങ്ങനെയല്ല, കണ്ണിന് അങ്ങനെയല്ല. വിഷൻ കണ്ണിന് മാത്രം തിരിച്ചറിയാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റൂല. അതേപോലെ ബാക്കി. അതാണ് സ്പെഷ്യൽ സെൻസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത് വെച്ച് നമുക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഇവിടെ ഐ, ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ് റിസപ്റ്റേഴ്സ് വരുന്നത്. സ്റ്റിമുല എന്താ, എന്ത് കാരണമാണ് നമുക്ക് ആ സ്റ്റിമുലസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? അതിന് കാരണക്കാരൻ ആരാണ്? ലൈറ്റ് ആണ്. ഓക്കെ, ലൈറ്റ് ആണ് അവിടെ സ്റ്റിമുലസ്. യെസ്. പിന്നെ സെൻസ് ഓർഗൻസ്, സൗണ്ട് ആണ്. സൗണ്ടിന് കാരണക്കാരൻ ഏതാണ് തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്നത്? അല്ലേ, ഇയേഴ്സ് ആണ് ആ സെൻസ് ഓർഗൻ. പിന്നെ ആ റിസപ്റ്റർ എന്താ? റിസപ്റ്റർ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് പറയും. ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്നതിന് പറയും. ഓക്കെ, ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. പിന്നെ കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയും. കെമിക്കൽസിനെ തിരിച്ചറിയുന്നത് അല്ലേ, കെമിക്കൽ റിയാക്ഷൻ നടത്തി തിരിച്ചറിയുന്നത്. അതിൽ ആദ്യത്തെ സെൻസ് ഓർഗൻ ഏതാ? കെമിക്കൽസിനൊക്കെ തിരിച്ചറിയുന്നത് നമ്മൾ ടങ് ആണ്. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടന്നിട്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മളുടെ നാവാണ്, ടങ് ആണ്. ഓക്കെ, ടങ്. അപ്പൊ അവിടെ ഒരു സ്റ്റിമുലസ് എന്തായിരിക്കും അവിടേക്ക് വരുന്നത്? സ്റ്റിമുലസ് ടേസ്റ്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ്. ഓക്കെ, ടച്ച് റിസപ്റ്റേഴ്സ്. ടച്ച് റിസപ്റ്റേഴ്സ് ഇതാരാ നമുക്ക് തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന? സ്കിന്ന്. ഓക്കെ, ഏതാണ് അവിടെ സെൻസ് ഓർഗൻ? സ്കിൻ. ടച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ പെയിനിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ട്. ടെമ്പറേച്ചറിൽ മാറ്റം വരുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ പെയിൻ ആവാം, ടച്ച് ആവാം, ഹോട്ട് ഓർ കോൾഡ് ആവാം. അതിനുള്ള എല്ലാ റിസപ്റ്റേഴ്സും സ്കിന്നിൻ്റെ അകത്തുണ്ട്. ഹോട്ട്, കോൾഡ് അല്ലേ.
ഹോട്ട് ആവാം, കോൾഡ് ആവാം, പെയിൻ ആവാം, പിന്നെന്ത് പ്രഷർ. പ്രഷറൊക്കെ ഉണ്ട്. അതൊക്കെ തിരിച്ചറിയാനുള്ള റിസപ്റ്റേഴ്സ് എവിടെ ഉണ്ട്? നമ്മളുടെ സ്കിന്നിനകത്തുണ്ട്. അപ്പോൾ സ്റ്റിമുലസ് എന്തായിരിക്കും അവിടെ? ടച്ച് ഉണ്ട്, പിന്നെ ടെമ്പറേച്ചർ ഉണ്ട്, ഹോട്ടോ കോൾഡൊക്കെ ഉണ്ട്, ടെമ്പറേച്ചർ മാറ്റം, പിന്നെ പ്രഷർ. ഓക്കെ. പിന്നെ സ്മെല്ലിന് കാരണക്കാരനായ സെൻസ് ഓർഗൻ ഏതാ? നോസ് ആണ്. അവിടെയുള്ള നമ്മളുടെ റിസപ്റ്റേഴ്സിനെ, സെൻസറി റിസപ്റ്റേഴ്സിന് എന്താ പറയുന്നത്? അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയാം. ഓൾ ഫാക്ടറി, OLFACTORY, ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് സെൻസ് ഓർഗൻസും റിസപ്റ്റേഴ്സും സ്റ്റിമുലസും. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ഈ സെൻസസിനെ പറ്റി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ പാർട്ട് 2 നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ പറ്റി, അതേപോലെ സെൻസ് ഓർഗൻസിന് എങ്ങനെയാണ് സംഭവിക്കുന്നത് പഠിക്കും. അതിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും. താങ്ക് യു.